ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ PSC സിലബസിൻ്റെ അകത്ത് പറയുന്ന വേൾഡ് ജോഗ്രഫിക്കകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ പ്രപഞ്ചം എന്ന മഹാത്ഭുതം, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. അത് നമ്മുടെ സ്പേസ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. പ്രപഞ്ചം എന്ന മഹാത്ഭുതം. ഇപ്പോൾ രാത്രി ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സ്വയം കത്തുന്ന ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങളെന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, വലിയ അളവിൽ താപവും പ്രകാശവും ഇത് പുറത്ത് വിടുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ സൂര്യൻ എന്താണ്, ഒരു നക്ഷത്രമാണ്. സൂര്യനൊരു വലിയ ആകാശഗോളമാണ്. അത് സ്വയം ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആകാശഗോളമാണ്. അത് താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ സൂര്യനുള്ളത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നമ്മുടെ എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത്, എല്ലാ എനർജിയുടെയും സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരുപക്ഷെ ജീവൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പം ജീവൻ നിലനിൽക്കുന്നതിന് ജലം മാത്രമല്ല, സൂര്യനും ഒരു ഘടകമാണ് എന്നുള്ളതാണ്. ഇപ്പം നക്ഷത്രങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇനി ഗ്രഹങ്ങൾ എന്താണെന്നാണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, സ്വയം കത്തുകയും വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്ന ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ആകാശഗോളങ്ങളാണ്. അവരുടെ പ്രത്യേകത എന്താണ്, അവർ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു നക്ഷത്രം സെൻറ്ററിലുണ്ടായിരിക്കും. അപ്പം നമ്മുടെ സൗരയൂഥം നോക്കുമ്പോൾ സൂര്യനാണ് കേന്ദ്രം. അപ്പോൾ സൂര്യനെ ചുറ്റിക്കൊണ്ട് കുറേ ആകാശഗോളങ്ങൾ ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ട്. അത് വലം വയ്ക്കുന്നതോടൊപ്പം സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണാം, സൂര്യന് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ സൂര്യന് ചുറ്റും ഈ 8 ഗ്രഹങ്ങൾ ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. അപ്പം സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ പാതയെ പറയുന്ന പേരാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. ഇനി ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളുണ്ട്. അതിനെ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ പറഞ്ഞു ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്. അപ്പോൾ ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമാണുള്ളത്. ഉപഗ്രഹം നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഒന്നേ ഉള്ളൂ. അത് ചന്ദ്രനാണ്, മൂൺ എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇതേപോലെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വലം വയ്ക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഹെലിക്കൽ മോഡലിലാണ് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിക്കോളാസ് കോപ്പർനിക്കസിനെ കുറിച്ചാണ് പറയാനുള്ളത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു ആദ്യം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അന്ന് പണ്ട് കാലത്തെ ആളുകൾ പറഞ്ഞത് ഭൂമിയാണ് കേന്ദ്രം, ഭൂമിയെയാണ് സൂര്യനും മറ്റ് ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളൊക്കെ ചുറ്റുന്നതായിരുന്നു. പക്ഷേ പോളണ്ടുകാരനായിട്ടുള്ള നിക്കോളാസ് കോപ്പർനിക്കസ് പറഞ്ഞു സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന്. ഇതാണ് സൗരകേന്ദ്ര സിദ്ധാന്തം. അപ്പോൾ ഒരു ചോദ്യം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ രാജ്യം ഏതാണ്? പോളണ്ടാണ്.
അപ്പോൾ സൗരയൂഥം എന്താണെന്ന് പറഞ്ഞാൽ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ഇത് മൊത്തം ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. ഇതിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. നമുക്ക് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ടത് 164 വർഷമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തിട്ട് സൂര്യനെ ചുറ്റുന്നത് ആരാണ്? നെപ്റ്റ്യൂണാണ്. അടുത്ത ആൾ യുറാനസ് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്നത് 84 വർഷമാണ്. നെപ്റ്റ്യൂണ് 164, യുറാനസ് 84 വർഷമാണ് എടുക്കുന്നത്. അതുപോലെ ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നൊരു ഗ്രഹമാണ് ശനി. വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ അത് വ്യാഴമാണ്. അപ്പോൾ വ്യാഴം സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ 12 വർഷങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 12 വർഷമാണ്. സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇപ്പോൾ സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനുമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, അതുപോലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ്. പ്രഭാത നക്ഷത്രം എന്നൊക്കെ പറയുന്നത് ശുക്രനെയാണ്. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം ഏതാണ്? അത് സൂര്യനാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല കളറിൽ കാണുന്ന ഗ്രഹമാണ് ഭൂമി. ഭൂമി നീല കളറിലാണ് കാണപ്പെടുന്നത്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ളൊരു ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ഭൂമിക്ക് ഒന്നേ ഉള്ളൂ. യുറാനസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, സാധാരണ മറ്റ് ഗ്രഹങ്ങളൊക്കെ പമ്പരം പോലെ കറങ്ങാണ് ചെയ്യുക. പക്ഷേ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഭൂമിയിൽ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ കറക്കം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. എന്നാൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹം ഏതാണ്? അത് ശുക്രനാണ്. ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുക. അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ശുക്രൻ കറങ്ങുന്നത്. ഗലീലിയോ ഗലീലിയെ കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. 1564 ജനിച്ച് 1642 മരിച്ചു. അപ്പോൾ ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അപ്പോൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ പറയാം, ഗലീലിയോ ഗലീലിയാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതും ഗലീലി തന്നെയാണ്. മറ്റൊന്നാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളുണ്ട്. കുറേ പാറക്കഷ്ണങ്ങളുണ്ട്. ഈ പാറക്കഷ്ണങ്ങളെ പറയുന്ന പേരാണ് ക്ഷുദ്രഗ്രഹം. അപ്പോൾ ക്ഷുദ്രഗ്രഹത്തിനൊരു ഉദാഹരണമാണ് ഐഡ. ആദ്യകാലത്ത് നമുക്ക് നമ്മുടെ സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, നവഗ്രഹങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് പ്ലൂട്ടോ എന്ന ഗ്രഹത്തിന് ആ ഗ്രഹപദവി നഷ്ടമായിട്ടുണ്ട്. എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ, ഒരു ആകാശഗോളത്തിനെ ഗ്രഹം എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കണമെങ്കിൽ, ഗ്രഹമായി കണക്കാക്കണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. അപ്പോൾ ആ നിബന്ധനകൾ ഏർപ്പെടുത്തുന്ന ഒരു സംഘടനയാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. അപ്പം ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ കുറച്ച് നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പാലിക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഇത് പാലിക്കാത്തവ കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഗ്രഹപദവി നൽകാനായിട്ട് ഏർപ്പെടുത്തിയ നിബന്ധനകൾ എന്ന് നോക്കാം. ഒന്നാമത്തേത്, ഗോളാകൃതി ഉണ്ടാവണം. ഒരു നിശ്ചിത ഗോളാകൃതി ഉണ്ടാവണം. അവ സൂര്യനെ വലം വയ്ക്കണം. മറ്റൊന്നാണ് ഇമ്പോർട്ടൻ്റ്,
അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായിട്ടുള്ള ഭ്രമണപഥം വേണം എന്നുള്ളതാണ്. ഈ 3 കണ്ടീഷൻസ് പാലിക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളത് അത് നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും അതിൻ്റെ തന്നെ ഉപഗ്രഹമായിട്ടുള്ള ഷാരോണിനെ ചുറ്റുന്നതും കൊണ്ടാണ്. അപ്പം എന്നാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായിട്ടുള്ളത്? 2006 ഓഗസ്റ്റ് മാസത്തിലാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായിട്ടുള്ളത്. അങ്ങനെ നിലവിലിപ്പോൾ 8 ഗ്രഹങ്ങളാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇനി സൗരയൂഥത്തിലേക്ക് അപൂർവമായി എത്തുന്ന കുറച്ച് വിരുന്നുകാരുണ്ട്, കുറച്ച് അശുദ്ധ ഹിമപദാർത്ഥങ്ങളുണ്ട്. അതിനെയാണ് വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. 2013 ഒടുവിലായിട്ട് ഭൂമിയിൽ നിന്ന് ദൃശ്യമായിട്ടുള്ള വാൽ നക്ഷത്രമാണ് ഐസൺ. ഇനി വാൽ നക്ഷത്രങ്ങളെ കൂടാതെ അടുത്ത് പറയാനുള്ളത് ഉൽക്കകളെ കുറിച്ചാണ്. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽക്കകളിൽ ചിലത് എന്ത് ചെയ്യും, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കാറുണ്ട്. പക്ഷെ അത് ഭൂമിയിലെത്തുന്നതിന് മുന്നേ ഒരുവിധമൊക്കെ കത്തിത്തീരും. എന്നാൽ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് എന്ത്? ഉൽക്കാശിലകൾ. അപ്പോൾ ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന വലിയ പാറക്കഷ്ണങ്ങൾ, പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങൾ എന്ന് പറയാം. എന്നാൽ അതിൽ ചിലത് കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴും. അങ്ങനെയുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2/3 ഭാഗവും എന്താണ്? വെള്ളമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നീല നിറത്തിൽ ഭൂമി കാണപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഈ ഗോളാകൃതി ആദ്യമായിട്ട് കണ്ട മനുഷ്യനാരാ? ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ മനുഷ്യൻ യൂറി ഗഗാറിനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണെന്ന് പറഞ്ഞു. ഇതേപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഗാലക്സി. അപ്പോൾ നമ്മുടെ സൗരയൂഥം ഏത് ഗാലക്സിയിലാണ് വരുന്നത്? ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ എന്നറിയപ്പെടുന്ന ഗാലക്സിയുടെ ഭാഗമാണ് നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പോൾ ആകാശഗംഗയിൽ 10,000 കോടി നക്ഷത്രങ്ങളാണുള്ളത്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ മഹാപ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പല തിയറീസ് അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഒരു ചെറിയ പോയിൻ്റായിരുന്നു. പിന്നീട് വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രപഞ്ചം വികസിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോഴും പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ 2 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നും ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതാണ്: സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനമാണ് ചോദിച്ചത്. ബുധനും ഭൂമിക്കുമിടയിൽ, ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ, ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ, ബുധനും ശുക്രനുമിടയിൽ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്കാണ് ക്ഷുദ്രഗ്രഹങ്ങൾ വരുന്നത്. അല്ല, അവിടെയുള്ള പാറക്കഷ്ണങ്ങളാണെന്ത്? ഈ ക്ഷുദ്രഗ്രഹങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: ചന്ദ്രനിലേതുപോലെ നിരന്തരമായി ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാവുന്നില്ല. കാരണം എന്ത്? കാരണം മറ്റൊന്നുമല്ല, ചന്ദ്രനിൽ എന്താ സ്ഥിതി? ഭൂമിക്കുള്ളതുപോലൊരു അന്തരീക്ഷം ചന്ദ്രനിലില്ല. അപ്പം നമുക്ക് അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ഈ വീഴുന്ന ഉൽക്കകൾ അധികം എന്താണ്, അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഫ്രിക്ഷൻ മൂലം കത്തി തീരാണ് ചെയ്യുന്നത്. ചന്ദ്രൻ ഇതുപോലെ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് എന്ത് ചെയ്യും, ഉൽക്കകൾ ചന്ദ്രനിൽ പതിക്കും. ശരിക്കും നമുക്കൊരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.